പത്തനംതിട്ട നരിയാപുരത്ത് പാറമടയിൽ കുടുങ്ങിയ ആളെ സാഹസികമായി രക്ഷപ്പെടുത്തി. പ്രവർത്തനമില്ലാതെ കിടക്കുന്ന പാറമട കാണാൻ പോയ യുവാവിനെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ യുവാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണോ? അതായത് ഗോകുൽ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട നരിയാപുരത്ത് ഈ ചെങ്കുത്തായ പാറമടയുടെ വശങ്ങളിൽ ഒരു യുവാവ് കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഷാനു എന്ന് പറയുന്ന 27-കാരനാണ് ഇത്തരത്തിൽ പാറമടയുടെ ഓരത്ത് ഏകദേശം മുകളിൽ നിന്ന് 30 അടിയോളം താഴ്ചയുള്ള ഭാഗത്ത് ഓരോ ഭാഗത്ത് നിൽക്കുന്നെന്ന വിവരം ഫയർഫോഴ്സിന് നാട്ടുകാർ അറിയിച്ചത്. അങ്ങനെ ഫയർഫോഴ്സ് ഇവിടെ എത്തി റോപ്പ് ഉൾപ്പെടെ ബന്ധിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സാഹസികമായി താഴെ ഇറങ്ങുകയും ഈ 27 വയസ്സുള്ള ഷാനുവിനെ നിലവിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജയശങ്കർ, ഈ അപകടം പിടിച്ച സ്ഥലത്ത് ഷാനു എന്തിനു പോയതാണെന്ന് മനസ്സിലാക്കാനാവുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഈ ആരും പ്രവേശിക്കാത്ത ഒരു പാറമടയുടെ വശത്തേക്ക്, ഇത്ര അപകടം പിടിച്ച ഒരിടത്തേക്ക് ഇയാൾ എന്തിനു പോയതായിരുന്നു? അതായത് ഗോകുൽ, ഈ ഷാനുവിന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ബന്ധുക്കൾ അത്തരത്തിലുള്ള കാര്യം അറിയിച്ചു എന്ന് ഫയർഫോഴ്സ് പറയുന്നു. എന്തായാലും ഈ 30 അടിയോളം താഴ്ചയുള്ള ഭാഗത്ത്, ചെങ്കുത്തായ ഭാഗത്ത് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ഫയർഫോഴ്സ് കാണുമ്പോൾ ഷാനു. അതിനുശേഷം ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ ടീം റോപ്പൊക്കെ വലിച്ച് സാഹസികമായി 3ഓളം ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഇത് സാഹസികമായൊരു ദൗത്യമായിരുന്നു. ജില്ലാ ഫയർ ഓഫീസർമാരായ രമാകാന്ത്, രഞ്ജിത്ത്, ഷൈജു അങ്ങനെ ഉദ്യോഗസ്ഥർ റോപ്പിൽ കെട്ടി താഴേക്ക് ഇറങ്ങിയാണ് ഷാനുവിനെ രക്ഷിച്ചത്. ഫയർഫോഴ്സ് പറയുന്നുണ്ട് അതീവ സാഹസികമായ ദൗത്യമായിരുന്നു. എങ്ങനെ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള കാരണമൊന്നും ഫയർഫോഴ്സ് എന്തായാലും നിലവിൽ വ്യക്തമാക്കുന്നില്ല. അക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇയാൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു എന്നാണ് ബന്ധുക്കൾ നിലവിൽ. ശരി ജയശങ്കർ, ഏതായാലും ആ യുവാവിനെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. പത്തനംതിട്ട നരിയാപുരത്താണ് ഈ സംഭവം. ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ആ യുവാവിനുണ്ട് എന്നതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഏതായാലും ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ സാഹസികമായി തന്നെ ആ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.